ഇത്ര സിമ്പിളാണ്. കാരണം ഇതൊക്കെ ഇത് വീഡിയോ എൻഡെന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വീഡിയോ എൻഡ് വരെ പോകുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ പെർഫെക്റ്റായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലീലോൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന 2-3 ആവശ്യങ്ങളുണ്ട്. ഒന്ന്, ക്യാമറ. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ മൊബൈൽ ഫോണിലാണ് ഇതുവരെ എൻ്റെ എല്ലാ വീഡിയോസും എൻ്റെ മൊബൈൽ ഫോണിലാണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. മൊബൈൽ ഫോണുണ്ട്. പിന്നെ വരുന്നത് എഡിറ്റിംഗ് ആണ്. എഡിറ്റിങ്ങിന് കമ്പ്യൂട്ടർ വേണോ ലാപ്ടോപ്പ് വേണോ ആ ഒരു ചിന്തവും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് മൊബൈൽ ഫോണിൽ വളരെ പക്കായിട്ട് നമുക്ക് യൂട്യൂബ് വീഡിയോസും ബാക്കി കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലൊരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടാണ്. ഫ്രീ ആണ്, വാട്ടർമാർക്ക് ഇല്ല, സിമ്പിളാണ് യൂസ് ചെയ്യാൻ, ആർക്കും ചെയ്യാൻ പറ്റും. വീഡിയോൻ്റെ ദൈർഘ്യം ഏകദേശം 15 മിനിറ്റിൻ്റെ അടുത്തൊക്കെ ഉണ്ടാകും, ചിലപ്പോൾ അതിന് പുറമെ പോകും. കാരണം ഇത് കറക്റ്റായിട്ട് നമ്മളിന്ന് ട്യൂട്ടോറിയലാണ്, ഈ ആപ്പിൻ്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയലാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഈ ആപ്പിലെ എല്ലാ ഫീച്ചേഴ്സും നമ്മൾ ഓരോന്നായിട്ട് കറക്റ്റായിട്ട് എടുത്തെടുത്ത് നോക്കിയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ട് ഈ വീഡിയോ കണ്ട ഒരാൾക്ക് ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് പക്ക ആയിട്ട് എക്സ്പോർട്ട് ചെയ്ത് വാട്ടർമാർക്കില്ലാതെ എക്സ്പോർട്ട് ചെയ്ത് എത്തിക്കാനുള്ളൊരു ട്യൂട്ടോറിയലാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. യൂട്യൂബേഴ്സിനും അതുപോലെയുള്ള വീഡിയോ ക്രിയേറ്റേഴ്സിന് ഫോണിൽ ഫ്രീ ആയിട്ട് വാട്ടർമാർക്ക് ഇല്ലാത്ത ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെ വീഡിയോ എഡിറ്റിംഗ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ പേര് YouCut എന്ന ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ പോയി നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കൂടുതൽ സമയം കളയാതെ നമുക്ക് നേരെ നമ്മുടെ ഡെമോൺസ്ട്രേഷനിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് ഞാൻ വീണ്ടും ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. എങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്ലസ് ഐക്കൺ കാണാൻ പറ്റും. ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മൾ ഇതിന് മുമ്പ് ഓപ്പൺ ചെയ്ത 2 പ്രൊജക്ട്സുകൾ നമുക്കിവിടെ മെയിനായിട്ട് കാണാൻ പറ്റും. ബാക്കി പ്രൊജക്ട്സ് ഈ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഈ ആപ്പിൻ്റെ ഒരു നല്ലൊരു ഫീച്ചറാണ്. അപ്പോൾ നമുക്ക് ഇത് ആദ്യമായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ന്യൂ പ്രൊജക്റ്റാണ് ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ന്യൂ പ്രൊജക്റ്റ് തന്നെ ക്ലിക്ക് ചെയ്യുക. ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെ നമ്മുടെ ഗാലറി കാണാൻ പറ്റും. ഗാലറിയിൽ നമുക്ക് വീഡിയോ ഒരു സെക്ഷനിലുണ്ട്, ഫോട്ടോ ഒരു സെക്ഷനിലുണ്ട്. ഇത് കംപ്ലീറ്റ് ട്യൂട്ടോറിയലാണ്, അതുകൊണ്ട് ലെങ്ത്ത് കൂടും. പക്ഷേ വീഡിയോ മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നമുക്കിവിടെ ക്യാമറ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ക്യാമറ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വീഡിയോസ് ഇങ്ങനെ എടുക്കാനും പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഓൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വീഡിയോസും എല്ലാ ഫോട്ടോസും ഒറ്റ ഏരിയയിൽ തന്നെ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇതിൽ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഈ ഒരു വീഡിയോ ആണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് 2-3 വീഡിയോസ് നമുക്ക് ഒരുമിച്ച് സെലക്ട് ചെയ്യാനൊക്കെ പറ്റും. നമ്മുടെ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്ത വീഡിയോ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ട്രിം ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ 2 വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫോട്ടോ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ കാണിച്ചാൽ ഫോട്ടോ ആഡ് ചെയ്യുമ്പോഴും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഫോട്ടോ കൂടി ആഡ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മുടെ വീഡിയോസ് ഇതവിടെ ടൈം ലൈനിൽ വന്നിട്ടുണ്ട്. ഈ താഴെ കാണുന്ന സെക്ഷനാണ് ടൈം ലൈൻ. ഈ സിംഗിൾ ക്ലിക്ക് മ്യൂട്ട് ക്ലിപ്പ് ഓഡിയോ ബട്ടൺ നമുക്ക് ഈ ടൈം ലൈനിലുള്ള വീഡിയോസിൻ്റെ ഓഡിയോ സിംഗിൾ ക്ലിക്കിൽ കട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കട്ടായി അങ്ങനെ എല്ലാത്തിൻ്റെയും കട്ടാവും ഓട്ടോമാറ്റിക്കായിട്ട്. ഇതെല്ലാത്തിനും നമുക്ക് ഈ ഓഡിയോ ക്ലിപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വോളിയത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വോളിയം റെഡ്യൂസ് ചെയ്തിട്ടും അതിൻ്റെ സൗണ്ട് കട്ട് ചെയ്യാൻ പറ്റും. 200% വരെ നമുക്കൊരു വീഡിയോൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യാനും നമുക്ക് പറ്റും. അപ്പോൾ ഇതുപോലെ ഇവിടെ ഈ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ടു ഓൾ വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ സിംഗിൾ ക്ലിക്ക് ആണെങ്കിൽ നമുക്ക് ഈ വീഡിയോയിൽ മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 ടിക്ക് ഉണ്ട്. ആ 2 ടിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ടിക്ക് ക്ലിക്ക് ചെയ്താൽ എല്ലാ വീഡിയോസിലും ഇത് അപ്ലൈ ആവും. ഓക്കെ, ഈ സിംഗിൾ ക്ലിക്ക് ആണെങ്കിൽ നമുക്ക് ഒരു വീഡിയോ മാത്രം അപ്ലൈ ആവും. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഉള്ള ഈ സംഭവം. ഇനി ഈ പ്ലസ് ഐക്കൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് വീണ്ടും ഫോട്ടോസും വീഡിയോസും നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു ഐക്കണിൻ്റെ ഉപയോഗം. ഇപ്പോൾ ഞാനൊരു ഫോട്ടോ കൂടി ഞാനതിൽ ആഡ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമുക്കിതിന് മുകളിലുള്ള നമ്മുടെ മെയിൻ
നമ്മുടെ വർക്കിംഗ് ഏരിയ ആയിട്ടുള്ള നമ്മുടെ ട്രിം, മ്യൂസിക്, ഫിൽറ്റർ, എഫക്റ്റ്, ടെക്സ്റ്റ്, സ്റ്റിക്കർ, സ്പീഡ്, ബാക്ക്ഗ്രൗണ്ട്, റെക്കോർഡ്, വോളിയം, റൊട്ടേറ്റ്, ഇത്രയും കാര്യങ്ങളാണ്. നമുക്ക് ആദ്യം ഇതിലെ ഈ സോർട്ട് നോക്കാം. സോർട്ട് നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ മാറ്റാനാണ് ഈ സോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ സോർട്ട് ക്ലിക്ക് ചെയ്യാതെ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ മാറ്റാൻ പറ്റും. അങ്ങനെ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്കുള്ളത് ഒരു വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോർട്ടിൻ്റെ ഇപ്പുറത്ത് നമുക്ക് റൊട്ടേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. എത്ര ഡിഗ്രി വേണമെങ്കിലും നമുക്ക് വീഡിയോ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വീഡിയോ ഫ്ലിപ്പ് ചെയ്യാനും നമുക്ക് പറ്റും. ഹൊറിസോണ്ടൽ ഫ്ലിപ്പും ഉണ്ട്, മിറർ ഫ്ലിപ്പും ഉണ്ട്. അതായത് ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഫ്ലിപ്പുണ്ട്. പിന്നെ നമുക്ക് വീഡിയോ കോപ്പി ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നോക്കൂ, ആ വീഡിയോ 2 എണ്ണമായി. അപ്പോൾ അങ്ങനെ വീഡിയോ കോപ്പി ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനും നമുക്കിതിൽ ഓപ്ഷൻ ഉണ്ട്. നമുക്കിതിൽ 3 എണ്ണമായി. ഇനി നമുക്ക് വീഡിയോ റിവേഴ്സ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിതിൽ അവൈലബിൾ ആണ്. നമുക്ക് വീഡിയോ നമുക്ക് ഒരു പ്രൊസീഡിങ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പ്രോസസ്സിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ റിവേഴ്സിൻ്റെ നിങ്ങൾക്കത് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രിവ്യൂ ഒന്നും ഞാൻ കാണിച്ച സമയം കളയുന്നില്ല. അപ്പോൾ റിവേഴ്സിങ് നമുക്കുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള ഓപ്ഷൻ നമുക്ക് ഭയങ്കര അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ട ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രോപ്പിംഗ് ആണ്. അത് ഈ വീഡിയോയിലല്ല, പല വീഡിയോയിലും നമുക്ക് ഇഷ്ടം പോലെ അതിൻ്റെ യൂസ് വരും. നമുക്ക് ചിലപ്പോൾ ഈ ഭാഗം കട്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു പ്രോ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്പിൽ ചെയ്ത വാട്ടർമാർക്ക് നമുക്ക് കട്ട് ചെയ്യേണ്ടി വരും. പിന്നെ ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മെയിനായിട്ടുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ റെസൊല്യൂഷൻ ഇതിലുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ 1:1, ഇൻസ്റ്റാഗ്രാമിൻ്റെ 4:5, ടിക്ടോക്കിൻ്റെ 9:16, നമ്മുടെ മൊബൈൽ ഫോണിൻ്റെതാണ്. പിന്നെ ബാക്കി എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിലുണ്ട്. യൂട്യൂബിൻ്റെ 16:9 എല്ലാം ഇതിലുണ്ട്. നമുക്കിതൊക്കെ കട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇനി ഫ്രീ ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ. ഇപ്പോൾ ഇതിൻ്റെ ഈ യൂട്യൂബ് ബാൻ എന്ന് പറഞ്ഞ ഭാഗം മാത്രം വേണമെങ്കിൽ നമുക്ക് അത് മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രോപ്പ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ അങ്ങനെ അത് മാത്രമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ക്രോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അടിപൊളി ക്രോപ്പിംഗ് ആണ് ഇതിലുള്ളത്. ഇനി നമുക്ക് ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആയി പോകുന്നു. പിന്നെ ഉള്ളത് നമുക്ക് വോളിയമാണ്. വോളിയം ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് സ്പീഡാണ്. സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോൻ്റെ സ്പീഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്പീഡ് ഉണ്ട്. നമുക്ക് സ്പീഡ് എത്ര നമുക്ക് കൂട്ടാൻ പറ്റും? 10x വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പീഡ് നമുക്ക് കൂട്ടാൻ പറ്റും. ഓക്കെ, നമുക്ക് സ്പീഡ് കൂട്ടി കഴിഞ്ഞാൽ നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോൻ്റെ സ്പീഡ് 10x ആക്കിക്കൊണ്ട് തന്നെ ആ വീഡിയോ പെട്ടെന്ന് കാണുന്നില്ല. അപ്പോൾ നമുക്ക് സ്പീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് വളരെ ഉപകാരപ്രദമാവുന്ന മറ്റൊരു ഓപ്ഷനാണ് ഈ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പോൾ ഈ സ്പ്ലിറ്റിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിങ്ങനെ വീഡിയോ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഭാഗത്ത് വെച്ച് 2 കഷ്ണമാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ 2 കഷ്ണമായി. ഇത് 2 വേറെ വേറെ വീഡിയോസായി. പിന്നെ നമുക്കിപ്പോൾ ഇതിനകത്ത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? കഷ്ണമാക്കണമെങ്കിൽ ഒന്നുകൂടി നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 2 വീഡിയോസായി. ഇത് പ്രത്യേകം ഞാൻ ഉപയോഗിക്കൽ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കുന്ന ഭാഗത്ത് ചിലപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്ന സമയങ്ങളുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ ഞാൻ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എൻ്റെ സൗണ്ട് മോശമായിട്ടുള്ള സ്ഥലം ഞാൻ എന്ത് ചെയ്യും? അത് സെലക്ട് ചെയ്തിട്ട് ഞാനത് ഡിലീറ്റ് ചെയ്യും. അപ്പോൾ ആ സ്ഥലം അവിടുന്ന് ഡിലീറ്റ് ആയി പോകും. അങ്ങനെയാണ്, അതിനാണ് ഞാൻ ഈ സ്പ്ലിറ്റിങ് ഉപയോഗിക്കൽ. പിന്നെ നമുക്കുള്ളത് ട്രിമ്മിങ് ആണ്. ട്രിമ്മിങ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. ഇതുപോലെ നമുക്ക് ട്രിം ചെയ്യാൻ അതിനകത്ത് തന്നെ നമുക്ക് കട്ടിങ് ഉണ്ട്. നമുക്ക് 2 കഷ്ണമായിട്ട് കട്ട് ചെയ്തെടുക്കാം. ബാക്കി ഭാഗം ഈ നടുവത്തെ ഭാഗം ഡിലീറ്റ് ആയി പോകും. പിന്നെ സ്പ്ലിറ്റിങ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്പ്ലിറ്റിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഈ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഓപ്ഷൻസ്. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് നമ്മളിവിടെ മ്യൂസിക് ആഡ് ചെയ്യാൻ. മ്യൂസിക് ആഡ് ചെയ്യാൻ നമുക്ക് ഇവിടുന്ന് മ്യൂസിക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് തന്നെ മ്യൂസിക് നമുക്ക് ട്രിം ചെയ്യാൻ പറ്റും, പ്ലേ ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ മ്യൂസിക് ട്രിം ചെയ്യാൻ പറ്റും. ഓപ്പൺ ഫ്രം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ ലിസ്റ്റിൽ നിന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് പറ്റും. അപ്പം ഞാൻ ട്രിം ചെയ്ത് ഒരു ഇത്ര ആക്കിയിട്ടുണ്ട്. യൂസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഇവിടെ മ്യൂസിക് ഇവിടെ വരും. മ്യൂസിക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ടൈം ലൈനിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്യാൻ പറ്റും മ്യൂസിക്. ഓക്കെ, നമുക്ക് മ്യൂസിക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വോളിയം ഉണ്ട്, ട്രിം ഉണ്ട്, സ്പ്ലിറ്റ് ഉണ്ട്. നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അതിൻ്റെ ഫെയ്ഡിങ്ങും ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് അതിന് കോപ്പി ഉണ്ട്. ഫെയ്ഡിങ് എന്ന് പറഞ്ഞാൽ ഫെയ്ഡ് ഔട്ടും ഫെയ്ഡ് ഇന്നും നമുക്ക് അവൈലബിൾ ആണ്. അതായത് സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഫെയ്ഡ് ഔട്ട് അവസാനിക്കുമ്പോൾ കണ്ടില്ലേ, ഫെയ്ഡ് ഇന്ന് ഞാൻ കാണിച്ചു തരാം. പതുക്കെ ഇങ്ങനെ തുടങ്ങുള്ളൂ പാട്ട്. ഇങ്ങനെ പതുക്കെ വന്ന് ഇങ്ങനെ തുടങ്ങുള്ളൂ. ഫെയ്ഡ് ഔട്ട് എന്ന് പറയുമ്പോൾ പതുക്കെ ഇങ്ങനെ അവസാനിക്കുള്ളൂ. അപ്പോൾ പതുക്കെ ഇങ്ങനെ അവസാനിക്കുള്ളൂ. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അധികം പല ആപ്പിലും പ്രോ ആയിട്ട് കൊടുക്കുന്ന ഓപ്ഷൻസാണ് ഇതിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്.
പിന്നെ നമുക്ക് ഇതിൻ്റെ മ്യൂസിക്കിൻ്റെ വോളിയം അതുപോലെ തന്നെ 200% ആക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, വീഡിയോൻ്റെ പോലെ തന്നെ 200% മാക്സിമം അവൈലബിലിറ്റി ഉണ്ട് നമുക്ക്. പിന്നെ നമുക്ക് മെയിനായിട്ടുള്ളത് നമുക്ക് ഫിൽറ്റർ ഓപ്ഷൻസ് ആണ്. ഫിൽറ്റർ ഓപ്ഷൻസിൽ ബ്രൈറ്റ് അങ്ങനെ കുറേ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഫിൽറ്റർ ആഡ് ചെയ്യാൻ പറ്റും. പല ഫിൽറ്റേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളിത് എക്സ്പ്ലോർ ചെയ്യുക. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കോൺട്രാസ്റ്റ്, വാംത്ത്, ടിൻറ്റ്, സാച്ചുറേഷൻ, ഹൈലൈറ്റ്, ഷാഡോ, കളർ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. ബാക്കി ഗ്രെയിൻസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പല രീതിയിൽ എല്ലാ രീതിയിലും, കാരണം അധികം ആപ്പിലും പ്രൊവൈഡുള്ള ഫീച്ചേഴ്സ് ഇതിൽ ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു പ്രത്യേകത. യൂട്യൂബേഴ്സിനൊക്കെ നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമുക്ക് എഫക്ട്സ് ആണുള്ളത്. എഫക്ട്സ് ഭയങ്കര അടിപൊളി സംഭവമാണ്. കാരണം ഇങ്ങനെ വരുമ്പോൾ നമുക്കത് ഗ്ലിച്ച് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഗ്ലിച്ച് ആഡായി. പിന്നെ നമുക്ക് ഇങ്ങനെ പ്ലേ ആകുമ്പോൾ നമുക്ക് ഇവിടെ ബാഡ് ടി വി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ബാഡ് ടി വി ആയി. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഈ അവസാനം അല്ലെങ്കിൽ ഈ എൻഡിങ്ങും ആരോമാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ എൻഡ് വരെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. വീഡിയോ സ്റ്റാർട്ട് വരെ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ആ ഒരു ഏരിയ പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഏത് വരെ പോകണം എന്നുള്ളത്. അപ്പോൾ അതാണ് ആ ഒരു ഓപ്ഷൻ. പിന്നെ ഉള്ളത് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. അപ്പോൾ ടെക്സ്റ്റ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ടെക്സ്റ്റിൻ്റെ നമുക്ക് ഫോണ്ട് മാറ്റാൻ പറ്റും, അതിൻ്റെ ഒരു കളർ മാറ്റാൻ പറ്റും, അതിൻ്റെ ലേബൽ നമുക്ക് മാറ്റാൻ പറ്റും, അതിൻ്റെ ബാക്കിലുള്ള ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് മാറ്റാൻ പറ്റും, ടെക്സ്റ്റിൻ്റെ ബോർഡർ കളർ നമുക്ക് മാറ്റാൻ പറ്റും, ടെക്സ്റ്റിന് ഷാഡോ വെക്കാൻ പറ്റും. ഇതൊക്കെ ഫുൾ പ്രോ ഫീച്ചേഴ്സാണ്. ഇനിയിപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന പ്രോ ഫീച്ചേഴ്സ്. ഇനി നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഒരു ആനിമേഷനാണ്. ടെക്സ്റ്റിന് അടിപൊളി ആനിമേഷൻസ് നമുക്ക് ഇതിൽ ഫ്രീ ആയിട്ട് തന്നെ ആനിമേഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ നമുക്കിതിൻ്റെ ക്യാരക്ടർ ലെങ്ത്തും ക്യാരക്ടർ സ്പേസും ലൈൻ സ്പേസും ഒപ്പേസിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ടെക്സ്റ്റ് അലൈൻമെൻറ്റും നമുക്കിതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതൊക്കെ തന്നെ ധാരാളമാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് വരെ അത് കൊണ്ടെത്തിക്കാൻ പറ്റും, ഇത് വീഡിയോ എൻഡ് വരെ നമുക്ക് എത്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതിങ്ങനെ ക്ലിക്ക് ചെയ്താൽ നമുക്കിങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും, ഏത് വരെ വരണം എന്നുള്ളത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ടെക്സ്റ്റും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ടെക്സ്റ്റ് കോപ്പി ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൻ്റെ കാര്യം നോക്കി. ഇനി മെയിനായിട്ട് വരുന്നൊരു കാര്യമാണ്, നിങ്ങളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാവും, അതാണ് നമുക്ക് എങ്ങനെ ഇതിൽ നമുക്ക് നമ്മുടെ ലോഗോ അല്ലെങ്കിൽ നമ്മുടെ വാട്ടർമാർക്ക് അല്ലെങ്കിൽ വേറൊരു ഇമേജ് ഇതിന് പുറത്ത് കൊടുന്ന് വെക്കുക എന്നുള്ളത്. അതിനാണ് ഈ സ്റ്റിക്കർ എന്ന് പറഞ്ഞ ഓപ്ഷൻ. സ്റ്റിക്കർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് ഇതുപോലെ സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് തന്നെ ഇതിൽ നമുക്ക് ഗിഫ് സ്റ്റിക്കർ, ഈ സ്റ്റിക്കർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഗാലറിയിൽ നിന്ന് നമുക്ക് ഇമേജസ് ഇതിലേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇമേജസ് ഇതിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ഇമേജ് ഞാൻ ഇവിടെ കൊടുന്ന് വെക്കുകയാണ്. ഓക്കെ, ഈ ഇമേജ് ഇവിടെ കൊടുന്ന് വെച്ചു, അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ലീവ് ലൈവിൻ്റെ ഒരു ലോഗോ ഉണ്ടായിരുന്നു, അത് ഞാൻ അങ്ങനെ വെച്ചു. ഈ ലോഗോ കണ്ട PNG ലോഗോ കണ്ട, ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ലോഗോ ഇങ്ങനെ വെക്കാം. നമുക്ക് വാട്ടർമാർക്കായിട്ട് നമുക്ക് നമ്മുടെ ലോഗോ തന്നെ ഇവിടെ വെക്കാൻ പറ്റും. ഓക്കെ, ഇത്ര സിമ്പിളാണ്. കാരണം ഇത് വീഡിയോ എൻഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വീഡിയോ എൻഡ് വരെ പോകുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ പെർഫെക്റ്റായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്കിപ്പോൾ സ്റ്റിക്കറിൻ്റെ ആനിമേഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റിക്കർ നമുക്ക് വരുന്നത് ആനിമേഷൻ, അതും നമുക്ക് ആനിമേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ സ്റ്റിക്കറിൻ്റെ ഒപ്പേസിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ സ്റ്റിക്കർ കോപ്പി ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഒരു കമ്പ്യൂട്ടറിൽ എഡിറ്റ് ചെയ്യുന്ന ആ ഒരു പെർഫെക്ഷൻ നമുക്കിതിൽ പല കാര്യങ്ങളും എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കിതിൽ ഓപ്ഷനായിട്ടുള്ളത് നമുക്കിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കളർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ ഗാലറിയിൽ നിന്ന് ഇമേജൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും, അതിൻ്റെ ബ്ലറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇതിൽ നമ്മൾ ക്രോപ്പ് ചെയ്യുമ്പോൾ ചില സമയത്ത് ക്രോപ്പ് ചെയ്യുമ്പോൾ അതിന് ബാക്ക്ഗ്രൗണ്ട്സ് ആവശ്യമുണ്ട്. ഞാനത് ക്രോപ്പ് ചെയ്ത് കാണിച്ചിടാം. ഓക്കെ, ഇതിൻ്റെ ബാക്കിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് ബാക്ക്ഗ്രൗണ്ട്സ് ആവശ്യമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് റെക്കോർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിന് വോയിസ് ഓവർ റെക്കോർഡ് ചെയ്തതിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റും. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഈ ആപ്പിൻ്റെ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും സംസാരിച്ച് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ സേവിങ് ആണുള്ളത്. അതിന് മുന്നേ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി നമുക്ക് ഓടിച്ചു പോകാം. വോളിയം അഡ്ജസ്റ്റ്മെൻറ്റ്, ക്രോപ്പിംഗ്, ബാക്ക്ഗ്രൗണ്ട്, ഫിൽറ്റർ, മ്യൂസിക്, സ്പ്ലിറ്റിങ്, കട്ടിങ്, ട്രിമ്മിങ്, ടെക്സ്റ്റ് ആഡിങ്, സ്റ്റിക്കർ ആഡിങ്, ഇമേജ് ആഡിങ്, ടെക്സ്റ്റ് ആനിമേഷന്, സ്റ്റിക്കർ ആനിമേഷന്, എഫക്ട്സ്, പിന്നെ വീഡിയോ സ്പീഡ്, റിവേഴ്സ്, ബാക്ക്ഗ്രൗണ്ട്, വോയിസ് ഓവർ, ഫ്ലിപ്പിങ്, ക്രോപ്പിങ്, റൊട്ടേറ്റിങ്, എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട്. ഇനി നമുക്ക് സേവിങ് മാത്രം നോക്കിയാൽ മതി. നേരെ സേവ് കണ്ട് ക്ലിക്ക് ചെയ്യാം. സേവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്വാളിറ്റി സെലക്ട് ചെയ്യാൻ പറ്റും.
ഏത് വീഡിയോ ഫയലാണോ ഇതിനകത്തേക്ക് നമ്മൾ കൊടുത്തത് അതിനെ വെച്ചിട്ടാവും ഇമേജ് ക്വാളിറ്റി നമുക്ക് പറഞ്ഞുതരാം. നല്ല ക്വാളിറ്റി ഇമേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ഫയൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ 1080p 2100p ഒക്കെ നമുക്ക് അവിടെ വന്നിട്ടുണ്ടാവും. നമുക്കിപ്പോൾ 720p അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ഹൈ ക്വാളിറ്റി, ലോ ക്വാളിറ്റി, മീഡിയം ക്വാളിറ്റി അതിൽ തന്നെ സേവ് ചെയ്ത് എത്ര MB ആവും എന്നുള്ളത് വരെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ തൽക്കാലം പെട്ടെന്നാവാൻ വേണ്ടി ഞാൻ ലോ ക്വാളിറ്റിയിൽ ഞാൻ സേവ് ചെയ്യണം. സേവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഒരു സേവിങ്ങിൻ്റെ ബട്ടൺ വരും. നമ്മൾ നെറ്റ് ഓൺ ആണെങ്കിൽ മാത്രം ഇതുപോലെ നമുക്ക് പരസ്യം വരുള്ളൂ. നെറ്റ് ഓൺ ആണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നമുക്ക് ഒരു പരസ്യം വരില്ല. നെറ്റ് ഓൺ ആണെങ്കിൽ ഇതുപോലെ പരസ്യം വരും. നമുക്ക് സേവിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, കൺവേർട്ടിംഗ് ആണ്. ഓക്കെ, നമ്മുടെ വീഡിയോ സേവ് ആയിട്ടുണ്ട്. സേവ് ചെയ്ത ലൊക്കേഷനും അവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നേരെ ഹോമിലേക്ക് പോകാം. അത് ഓപ്ഷൻസ് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ അവിടെ നമ്മൾ കണ്ടല്ലോ. ഓക്കെ, നമുക്ക് ഹോമിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഡ്രാഫ്റ്റിൽ നമ്മൾ ഇന്ന് ചെയ്ത സംഭവം അവിടെ ഉണ്ടാവും. നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? റീനെയിം, കോപ്പി, ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കത് വീണ്ടും ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് ഡ്രാഫ്റ്റിൽ നമ്മൾ ചെയ്ത വർക്ക് അവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളത്. നമുക്കൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യണതിന് മുന്നേ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ബിസി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വർക്ക് അവിടെ വെച്ചിട്ട് അതിലേക്ക് പോയിട്ട് തിരിച്ചു വന്നാലും ആ വർക്ക് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഏറ്റവും പെർഫെക്റ്റ് ആണ്. നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ ഇൻബോക്സിൽ ചോദിക്കുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇൻബോക്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇൻബോക്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഇവിടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. കാരണം അത്യാവശ്യം അടിപൊളി ഒരു ട്യൂട്ടോറിയലാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഫുള്ളി ലെങ്ത് ട്യൂട്ടോറിയലാണ്. YouCutൻ്റെ പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ പരമാവധി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. യൂട്യൂബിനെ കുറിച്ചിട്ടുള്ള എല്ലാ ടിപ്സും ട്രിക്സും ഞാനൊരു പ്ലേലിസ്റ്റായിട്ട് ചാനലിൽ സേവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും ഈ സൈഡിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ വരുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം ഷമീൽ ആൻഡ് ഓൾവേസ് ലീവ് ലൈവ്.